തുടർച്ചയായി 2 മത്സരങ്ങളിൽ പരാജയത്തിന്റെ കൈപ്പറിഞ്ഞ ബാർസ വിജയവഴിയിൽ തിരിച്ചെത്തുകയാണ്. കോപ്പ ഡെൽ റേയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് എതിരില്ലാത്ത 4 ഗോളുകൾക്കും തൊട്ടടുത്ത മത്സരത്തിൽ ജിറോണയോടും പരാജയമറിഞ്ഞതോടെ കാറ്റലോണിയൻ ആരാധകർ നിരാശയാൽ തലതാഴ്ത്തിയതാണ്. അതിന് മൂടുപടം ചാർത്തി ഫ്ലിക്കിന്റെ ബാർസ ലെവന്റയെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയിൽ റയൽ മാഡ്രിഡിനെ പിന്തള്ളി നഷ്ടപ്പെട്ട 1-ാം സ്ഥാനം തിരിച്ചു പിടിക്കുകയാണ്. മത്സരം തുടങ്ങി സെക്കൻഡുകൾക്കകം തന്നെ പ്രതിരോധ നിരയും കടന്ന് ബാർസലോണയുടെ ഗോൾമുഖത്തെ വിറകൊള്ളിപ്പിച്ചുകൊണ്ട് അൽവാരസ് ഒരു ഷോട്ട് പായിച്ചെങ്കിലും ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ലായിരുന്നു. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ തന്നെ കാൻസലോയുടെ മനോഹരമായ മുന്നേറ്റത്തിലൂടെ കൗണ്ടയിലേക്ക് ഒരു ക്രോസ് നൽകി പിന്നാലെ കൗണ്ട ശ്രമം നടത്തിയെങ്കിലും നേരിയ വ്യത്യാസത്തിൽ പന്ത് വെളിയിലേക്ക് പോകുകയാണ്. സ്കോർ ബോർഡ് തെളിയാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. എറിക് ഗാർഷ്യ നൽകിയ പാസ് കൃത്യമായി കണക്ട് ചെയ്ത് വലയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ബെർണൽ. അതോടെ മത്സരത്തിൽ ആദ്യ ലീഡ് ബാർസലോണ സ്വന്തമാക്കുകയാണ്. അതും മത്സരത്തിന്റെ 4-ാം മിനിറ്റിൽ. 7-ാം മിനിറ്റിൽ റാഫിഞ്ഞയ്ക്കും ലെവൻഡോസ്കിക്കും സുവർണാവസരം ലഭിക്കുന്നുണ്ട്. നിർഭാഗ്യമെന്നോണം 2ഉം ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ലായിരുന്നു. തൊട്ടു പിന്നാലെ ലെവൻഡോസ്കിയുടെ ഷോട്ട് ബാറിൽ തട്ടിത്തെറിച്ചു. ഇടവേളക്ക് പിരിയും മുമ്പേ ക്യാപ്റ്റൻ ഡിയോങ്ങിന്റെ ഗോളും വന്നതോടെ ക്യാമ്പിനോവിൽ ആരാധകരാൽ നൃത്തമാടുകയാണ്. കാൻസലോയുടെ അളന്നു മുറിച്ച ക്രോസ് ഡിയോങ് നിഷ്പ്രയാസം വലയിലെത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇടവേളക്ക് പിരിയുമ്പോൾ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിച്ചു നിൽക്കുകയാണ് കാറ്റലോണിയൻ പട. എന്നാൽ 2-ാം പകുതിയുടെ തുടക്കങ്ങളിൽ തന്നെ ലെവന്റയെ നിരന്തരം പരീക്ഷിക്കുന്ന ബാർസയെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൗണ്ടയും ലെവൻഡോസ്കിയും ശ്രമം നടത്തിയെങ്കിലും 3-ാമത്തെ ഗോൾ കണ്ടെത്താനായില്ല. മത്സരത്തിന് അവസാന വിസിൽ മുഴങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ യമാലിന്റെ അസിസ്റ്റിൽ ഫെർമിന്റെ വെടിച്ചില്ല് ഗോളും വരികയാണ്. അതോടെ ബാർസ 3 ലെവൻഡോസ്കി 0. ബാൽഡ ഫോം ഔട്ടായ സ്ഥിതിക്ക് പകരക്കാരനായി എത്തിയ കാൻസലോ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചും സ്വന്തമാക്കി. കാൻസലോ കാഴ്ചവെച്ചത് വെറുമൊരു തിരിച്ചുവരവ് പ്രകടനം മാത്രമായിരുന്നില്ല, മറിച്ച് സമീപകാലത്തെ ബാർസലോണയുടെ ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്ത് കണ്ട ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു. വിന്റർ ട്രാൻസ്ഫറിൽ ടീമിലെത്തിയ താരം തന്റെ ചടുലമായ നീക്കങ്ങളിലൂടെ ലെവന്റ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. കൃത്യതയാർന്ന ക്രോസുകളിലൂടെ നിരന്തരം ഭീഷണി ഉയർത്തിയ കാൻസലോ കളിക്കളത്തിലുടനീളം മികച്ച അധ്വാനശീലവും പ്രകടിപ്പിച്ചു. ഫ്രങ്കി ഡിയോങ്ങിന്റെ ഗോളിന് വഴിയൊരുക്കിയ അസിസ്റ്റ് അദ്ദേഹത്തിന്റെ മികച്ച കളിക്ക് ലഭിച്ച അർഹമായ പ്രതിഫലമായിരുന്നു. ആരാധകരെ ആനന്ദത്തിലാഴ്ത്തിയ മറ്റൊരു വാർത്ത എന്തെന്നാൽ അവരുടെ പ്രിയ താരം പെഡ്രി 7 മത്സരങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു എന്നതാണ്. ബാർസക്ക് ഇനി ഇടം ലഭിക്കണമെങ്കിൽ നല്ലതുപോലെ പണിയെടുക്കേണ്ടി വരും. ഹാൻസി ഫ്ലിക്ക് നൽകിയ അവസരം ഒട്ടും പാഴാക്കാതെ മത്സരം തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപ്രതീക്ഷിതമായൊരു ഗോളിലൂടെ യുവതാരം ബെർണൽ ബാർസക്ക് ലീഡ് നൽകി. എറിക് ഗാർഷ്യ ബോക്സിലേക്ക് നൽകിയ പന്ത് കൃത്യമായി പിടിച്ചെടുത്ത് വലയിലേക്ക് എത്തിച്ച ബെർണൽ താൻ ശാരീരികമായി പൂർണ്ണ സജ്ജനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഗോൾ നേട്ടത്തിനു പുറമെ മധ്യനിരയിൽ പന്ത് കൈവശം വെക്കുന്നതിലും കളി നിയന്ത്രിക്കുന്നതിലും അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തി. ലെവന്റയുടെ അപകടകരമായ പ്രത്യാക്രമണങ്ങളെ കൃത്യസമയത്ത് തടയുന്നതിൽ ബെർണലിന്റെ സാന്നിധ്യം നിർണായകമായിരുന്നു. ബാർസലോണക്ക് പ്രതിരോധ നിരയെ നയിക്കാനുള്ള ഉത്തരവാദിത്യം ഗാർഷ്യ ഭംഗിയായി നിറവേറ്റി. കളിയുടെ എല്ലാ മേഖലകളിലും തികഞ്ഞ പക്വതയാർന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. മത്സരം കൃത്യമായി റീഡ് ചെയ്യുന്നതിലും കൃത്യസമയത്ത് ടാക്ലിങ്ങുകൾ നടത്തുന്നതിലും അദ്ദേഹം മികച്ചു നിന്നു. പ്രതിരോധത്തിൽ നിന്ന് പന്ത് തട്ടിയെടുക്കുന്നതിലും അത് മുന്നേറ്റ നിരയിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിലും ഗാർഷ്യ വിജയിച്ചു. കൂടാതെ ബാർസലോണയുടെ ആദ്യ ഗോളിന് വഴിയൊരുക്കിയ അസിസ്റ്റ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് മാറ്റുകൂട്ടി. ഈ വിജയത്തോടെ 25 മത്സരങ്ങളിൽ നിന്ന് 61 പോയിന്റോടെ റയലിനേക്കാൾ 1 പോയിന്റ് വ്യത്യാസത്തിൽ കാറ്റലോണിയൻ പട 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ്.